ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഇന്നലെ നമ്മൾ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ ടോപ്പിക് ആയിരുന്നു എടുത്തത്. അതിൽ മെത്തേഡ് ഓഫ് RCC ഡിസൈൻ പറഞ്ഞായിരുന്നു. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്, ദെൻ അനാലിസിസ് ഓഫ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം ആൻഡ് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം, പിന്നെ ബീമിന്റെ ഡിസൈൻ, അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഇന്ന് നമുക്ക് ഷിയർ സ്ട്രെങ്ത് ഓഫ് RC ബീം ആണ് സ്റ്റാർട്ട് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിൽ. സോ ഷിയർ സ്ട്രെങ്ത് ഓഫ് RC ബീം സ്റ്റാർട്ട് ചെയ്യാം. ഷിയർ സ്ട്രെങ്ത്, ആദ്യമേ ഷിയർ സ്ട്രെസ് വേരിയേഷൻ ഓവർ റെക്ടാങ്കുലർ സെക്ഷൻ ഓഫ് RCC എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഒരു റെക്ടാങ്കുലർ സെക്ഷനിൽ എങ്ങനെയാണ് ഷിയർ സ്ട്രെസ് വേരി ചെയ്യുന്നത് നോക്കാം. അതൊരു പാരബോളിക് ഷേപ്പിലായിരിക്കും ഫ്രം ടോപ്പ് ഫൈബർ ടു ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് വരെ, ടോപ്പ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെ പാരബോളിക് ഷേപ്പ് ആയിരിക്കും. ദെൻ താഴത്തേക്ക് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെ കോൺസ്റ്റന്റ് ആയിരിക്കും, ലൈക്ക് ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ടോപ്പ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെ ഒരു പാരാബോളിക് ഷേപ്പും ദെൻ താഴത്തേക്ക് ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഷേപ്പും ആയിരിക്കും ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെ വന്നേക്കുന്നത്. ദെൻ നോമിനൽ ഷിയർ സ്ട്രെസ്, നോമിനൽ അല്ലെങ്കിൽ ഒരു മിനിമം എത്ര ഷിയർ സ്ട്രെസ് കൊടുക്കണം എന്നുള്ളതാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടോ വി എന്ന് പറഞ്ഞിട്ടായിരിക്കും നോമിനൽ ഷിയർ സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ വാല്യൂവിന് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കാണ്. യൂണിഫോം ഡെപ്ത് ഉള്ള ബീമിനാണെങ്കിൽ നമ്മൾ ടോ വി കാൽക്കുലേറ്റ് ചെയ്യണത് ടോ വി ഇസ് ഈക്വൽ ടു VU ഡിവൈഡഡ് ബൈ BD, വേർ VU എന്ന് പറയുന്നത് ഡിസൈൻ ഷിയർ സ്ട്രെസ് ആണ്. നമുക്ക് അറിയാം എന്താ പറയുക, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡിസൈൻ ഷിയർ ഫോഴ്സ്, സോറി VU എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഷിയർ ഫോഴ്സ് ആണ്. VU ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ബീമിന്റെ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വിയുടെ വാല്യൂ കിട്ടും. ഇനി ഇഫ് ദ ബീംസ് ആർ ഓഫ് വേരിയിങ് ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ടോ വിയില് വേറെ ഒരു ഇക്വേഷൻ ആണ് വരിക. ടോ വി ഇസ് ഈക്വൽ ടു VU പ്ലസ് plus or minus mu by d into tan beta by BD, where VU BD എല്ലാം സെയിം തന്നെ. MU എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് സെക്ഷൻ, ആ സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് MU എന്ന് പറയുക. ദെൻ ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം എഡ്ജസ്. വേരിയിങ് ഡെപ്ത് എന്ന് പറഞ്ഞു അല്ലെ, ആ രണ്ട് എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. സോ യൂണിഫോം ഡെപ്ത് ആണെങ്കിൽ നോമിനൽ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ടോ വി ഇസ് ഈക്വൽ ടു VU by BD. Beams with varying depth ആണെങ്കിൽ ടോ വി ഇസ് ഈക്വൽ ടു VU plus or minus MU by D into tan beta divided by BD. ഇനി ഇപ്പൊ വേരിയിങ് ഡെപ്തിന്റെ അകത്ത് പ്ലസ് ഓർ മൈനസ് കിടപ്പുണ്ട് അല്ലെ. എപ്പോഴാണ് നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്യണം, മൈനസ് സൈൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആപ്ലിക്കബിൾ ആവുന്നത് bending moment decreases when effective depth increases. effective depth increase ചെയ്യുമ്പോൾ bending moment കുറയുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സൈൻ യൂസ് ചെയ്യാം. അതല്ല, നെഗറ്റീവ് സൈൻ is applicable when bending moment MU increases numerically in the same direction as the effective depth increases. effective depthനൊപ്പം MU increase ചെയ്യുകയാണെങ്കിൽ അവിടെ മൈനസ് സൈൻ അല്ലെ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുക. അതല്ല, MU ഡിക്രീസ് ചെയ്യുവാണ് effective depth increase ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് സൈൻ യൂസ് ചെയ്യാം. ഇത്രയാണ് നോമിനൽ ഷിയർ സ്ട്രെസ്സിൽ നിന്ന് വരുന്നത്. ദെൻ വരുന്നത് ഒരു നമ്മൾ പല എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടുപിടിച്ചാൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീമില് ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും. അതിന് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തില്ലെങ്കിലും ഒരു കുറച്ച് ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും. ആ ഷിയർ സ്ട്രെങ്തിനാണ് നമ്മൾ ടോസി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ടോസി ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് മെയിൻ ആയിട്ട് ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റും പെർസെന്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ ഇൻ ബീംസും ആയിരിക്കും. അതായത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീമില് ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും വിത്തൗട്ട് എനി ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. ആ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ആ ഷിയർ സ്ട്രെങ്ത് നമ്മൾ ടോസി എന്ന് പറയും. ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് പെർസെന്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീൽ ഇൻ ബീംസ്. Then, on the other hand, the shear strength of reinforced concrete with the shear reinforcement is restricted to some maximum value, 2C max, depending upon the grade of concrete. ഇതിപ്പോ എന്തിനാ പറയണെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്റ്റെപ്പിലാണ് ആദ്യമേ നമ്മൾ VUS അതായത് ഡിസൈൻ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ടോ വി നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടോ സി കാൽക്കുലേറ്റ് ചെയ്യും, ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും, ടോ സി മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അത് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ടോ വി നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ടോ സി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിലും
പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീലിലുമാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. ഇനി ടോസി മാക്സ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടോബി പറഞ്ഞു ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് എന്തിനാണ്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിലും പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റും ആണ് അല്ലെ. അത് വെച്ചിട്ട് നമ്മൾക്ക് ഒരു IS സ്കൂളിൽ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ ടോസിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് 100 AS/BD, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണോ അത് രണ്ടിനും കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ടോബിയുടെ വാല്യൂ നമ്മൾ ഈ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി when ടോബി ലെസ് ദാൻ ടോസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണ്ട എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പക്ഷെ ഒരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കണം. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ വാല്യൂ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. സോ ഇപ്പൊ ഇത്രയും പറഞ്ഞേക്കുന്നതിൽ നമ്മൾ ടോബി കാൽക്കുലേറ്റ് ചെയ്തു, നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തു ടോബി. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ടേബിളിൽ നിന്ന് ടോസി കാൽക്കുലേറ്റ് ചെയ്യും. ടോസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം, പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീലും അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും, ഇതിന് രണ്ടിനും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ടോബി ലെസ് ദാൻ ടോസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട എന്നാണ്. അതായത് സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട എന്നാണ്. പക്ഷെ എന്നാലും ആസ് പെർ കോഡ് നമ്മളവിടെ ഒരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ മാക്സിമം ഷിയർ സ്ട്രെസ് നമ്മൾ പറഞ്ഞു. ഇനി ടോസി മാക്സും കൂടെ ഉണ്ട്. ടോസി മാക്സ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കണേ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ മാത്രമായിരിക്കും. ബട്ട് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ മാത്രമായിട്ട് നമുക്ക് വീണ്ടും ടേബിൾ IS സ്കൂളിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി മാക്സിമം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും ടോസി മാക്സ് ഒരു ഇക്വേഷൻ ഉണ്ട് 0.63√FCK. ഇതിനനുസരിച്ചാണ് ആ വാല്യൂസ് വന്നേക്കുന്നത് ഏകദേശം. അല്ലെങ്കിൽ നമ്മൾ കോഡിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 ആണെങ്കിൽ ടോസി മാക്സ് എന്ന് പറഞ്ഞാൽ 2.8 ആണ് വാല്യൂ. ഇത് ചിലപ്പോൾ ചോദിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. M20യുടെ ടോസി മാക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ M25 ടോസി മാക്സിന്റെ വാല്യൂ എത്രയാന്നുള്ളത്. അപ്പൊ ഈ ടേബിൾ പഠിക്കാൻ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. ടോസി മാക്സ് = 0.63 FCK. അപ്പൊ അതിനോട് ചേർന്ന ഒരു വാല്യൂ ആയിരിക്കും ഓപ്ഷനുള്ള, അതെടുക്കുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ അപ്പൊ നമ്മളിപ്പോ ടോസി മാക്സും ടോസിയും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ടോബി ലെസ് ദാൻ ടോസി ആണെന്നുണ്ടെങ്കിൽ അവിടെ റീഇൻഫോഴ്സ്മെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഹാസ് ടു ബി പ്രൊവൈഡഡ് വെൻ ടോബി ഈസ് ലെസ് ദാൻ ടോസി ഓർ ഈവൻ വെൻ ടോബി ഈസ് ലെസ് ദാൻ ടോസി. ഇനി എമൗണ്ട് ഓഫ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ആസ് നമ്മൾ സ്റ്റിറപ്പ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ദ ഫോം ഓഫ് സ്റ്റിറപ്പ് ഷാൽ ബി പ്രൊവൈഡഡ് സച്ച് ദാറ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ട് ASV/BSV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4/0.87 FV. ഇവിടെ നിന്ന് നമുക്ക് SVയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റിറപ്പിന്റെ രൂപത്തിലാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എത്ര സ്പേസിങ്ങിലാണ് അല്ലെ ASV കാൽക്കുലേറ്റ് ചെയ്യണം, SVയും കാൽക്കുലേറ്റ് ചെയ്യണം. സോറി, minimum shear reinforcement equation ASV/BSV greater than or equal to 0.4/0.87 FY. അവിടെ നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടുത്തെ സ്പേസിങ്ങും ശ്രദ്ധിക്കേണ്ടതാണ്. ആ സ്പേസിങ് എത്രയാണെന്ന്, അല്ലെങ്കിൽ അതിന് ഓരോ മിനിമം വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനനുസരിച്ചാണോ എന്നാണ് നോക്കേണ്ടത്. ദെൻ ഇവിടുത്തെ ഓരോ വാല്യൂ ASV എന്ന് പറയുന്നത് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ് എഫക്റ്റീവ് ഇൻ സ്റ്റിയർ. നമ്മൾ ഡിസൈൻ ചെയ്ത ഓർക്കുണ്ടെങ്കിൽ അറിയാം. നമ്മളിപ്പോ ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഒരു 2 leg സ്റ്റിറപ്പ് അല്ലെങ്കിൽ ലെഗ് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ASV കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ SB ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത്. സ്റ്റിറപ്പ് സ്പേസിംഗ് അലോങ് ദ ലെങ്ത് ഓഫ് ദ മെമ്പർ. B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ ബീം. FY എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റിറപ്പ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ Newton/mm². അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഷാൾ നോട്ട് ബി ടേക്കൺ ഗ്രേറ്റർ ദാൻ 450 Newton/mm² എന്നാണ്. സോ അതായത് അവിടെ ഏറ്റവും ഷാൾ നോട്ട് ബി ടേക്കൺ ഗ്രേറ്റർ ദാൻ 450. നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെന്റ് ആണ് കൊടുക്കുന്നത് അല്ലെ. അതുകൊണ്ട് മിനിമം റീഇൻഫോഴ്സ്മെന്റ് ഒരിക്കലും 415നേക്കാൾ വലിയൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നോക്കുക. FI is equal to characteristic strength of stirrup reinforcement which shall not be greater than 450 Newton/mm². So minimum shear reinforcementൽ നമ്മൾ എപ്പോഴാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക? ടോബി ലെസ് ദാൻ ടോസി ആകുമ്പോഴാണ് നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ശരിക്കും ടോബി ലെസ് ദാൻ ടോസി ആണെങ്കിൽ അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ്
റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കും. ആ ഷിയർ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് സ്റ്റിറപ്പ് ആയിരിക്കും. അപ്പൊ സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് ആയിരിക്കും നമ്മളവിടെ കാണാം. ASV അതിന്റെ ഇക്വേഷൻ ആണ് ASV by BSV should be greater than or equal to 0.4 by 0.87 FY. അവിടുന്ന് നമ്മൾ SV യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ASV നമ്മൾ എങ്ങനെയാണ് 2 ലെഗ്ഡ് സ്റ്റിറപ്പ് അങ്ങനെ എന്തെങ്കിലും അസ്യൂം ചെയ്തിട്ട് നമ്മൾ ASV യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ SV സ്റ്റിറപ്പ് സ്പേസിംഗ് ആയിരിക്കും. B breadth of the wing. പിന്നെ FY ആണ് ശ്രദ്ധിക്കേണ്ടത്. We shall not be greater than 450 Newton per mm square. Then the above provision is not applicable for members of minor structural importance such as lintels, where the maximum shear stress calculated is less than half of the permissible value. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ ടോബി ലെസ് താൻ ടോസി ആണെന്ന് കിട്ടുന്നു പറഞ്ഞു. ഇപ്പൊ ടോബി ലെസ് താൻ ടോസി ആണെങ്കിലും റീഎൻഫോഴ്സ്മെന്റ് മിനിമം എങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ അത് മൈനർ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ്, ലിൻഡൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനൊക്കെയാണ് ടോബി ലെസ് താൻ ടോസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മിനിമം ഷിയർ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് അതായത് ടോസി മാക്സ് എന്ന് പറയുന്നത് ടോബി എന്ന് പറയുന്നത് ലെസ് താൻ ടോസി ബൈ 2 ആണെന്നുണ്ടെങ്കിൽ, അതായത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന പെർമിസിബിൾ വാല്യൂന്റെ ഹാഫിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ട, മിനിമം ഷിയർ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. Then minimum shear reinforcement is provided for the following. എന്തിനാണ് നമ്മൾ മിനിമം കൊടുക്കുന്നത്, അതായത് വേണ്ടെങ്കിലും നമ്മൾ എന്തിനാണ് മിനിമം കൊടുക്കണേ എന്നുള്ളതാണ്. Any sudden failure of beam is prevented if concrete cover bursts and the bond to the tension steel is lost. അതായത് കോൺക്രീറ്റ് കവർ പോവുക അല്ലെങ്കിൽ ബോണ്ട് പോവുകയാണെങ്കിൽ ആ പെട്ടെന്നുള്ള സഡൻ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാൻ പറ്റും. Then brittle shear failure is arrested which would have occurred without shear reinforcement. ഷിയർ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്രിട്ടിൽ ഷിയർ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുക, അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെൻഷൻ ഫെയിലിയർ is prevented which would have occurred due to shrinkage, thermal stresses and internal cracking in beams. ഷ്രിങ്കേജ് മൂലം, തെർമൽ സ്ട്രെസ് മൂലം, അതുപോലെ ഇന്റേണൽ ക്രാക്കിംഗ് മൂലം ഉണ്ടാവുന്ന ടെൻഷൻ ഫെയിലിയറിനെ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം. അതുപോലെ ടു ഹോൾഡ് ദ റീഎൻഫോഴ്സ്മെന്റ് ഇൻ പ്ലേസ് വെൻ കോൺക്രീറ്റ് ഈസ് poured, then section become effective with the tie effect of the compression steel. ഇത്രയും കാര്യങ്ങളാണ് മിനിമം ഷിയർ റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ് അല്ലെങ്കിൽ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. Then spacing of shear reinforcement. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. സ്പേസിംഗ് ഓഫ് ഷിയർ റീഎൻഫോഴ്സ്മെന്റ് എത്രയാണ്? The maximum spacing of shear reinforcement measured along the axis of the member shall not be more than 0.75 D for vertical stirrup or D for inclined stirrup at 45 degree. നമുക്ക് സ്റ്റിറപ്പ് തന്നെ 2 രീതിയിൽ കൊടുക്കാം, വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിട്ടും കൊടുക്കാം, ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആയിട്ടും കൊടുക്കാം. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ബെൻഡഡ് ബാർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്പേസിംഗ് ഷാൽ നോട്ട് ബി മോർ ദാൻ 0.75 D ആയിരിക്കണം. അതല്ല ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ D ആയിരിക്കും, where D is the effective depth of the section. And however, the spacing shall not exceed 300 mm in any case. ഏത് കേസ് എടുത്താലും 300 mm ആയിരിക്കണം മാക്സിമം, അത് കൂടുതൽ ഒരിക്കലും സ്പേസിംഗ് വരാൻ പാടില്ല. സോ മാക്സിമം പെർമിസിബിൾ സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ SV എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ SV എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടുന്ന ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് ഒന്ന് SV, നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന SV ഓർ ASV by BSV, അതായത് നമ്മൾ മിനിമം റീഎൻഫോഴ്സ്മെന്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതേ വാല്യൂ ASV by BSV ഗ്രേറ്റർ ദാൻ 0.4 0.87 FY എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് SV കാൽക്കുലേറ്റ് ചെയ്യും. ആ SV ഓർ 7.75 D or D for vertical or inclined stirrup, നമ്മളിപ്പോ പറഞ്ഞ കാര്യം, ഓർ 300 mm. ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതായിരിക്കണം നമ്മൾ SV ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം പെർമിസിബിൾ സ്പേസിംഗ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 300 mm ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. മിനിമം സ്പേസിംഗ് 0.75 ഡിയും 300 mm ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇനി കഴിഞ്ഞ തവണത്തെ എയുടെ എന്ന് തോന്നുന്നു ക്വസ്റ്റിന് വന്നാണ്, സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ മിഡിൽ പോർഷൻ ബിക്കോസ് ഷിയർ ഫോഴ്സ് ഇസ് ലെസ് ആസ് കമ്പയർഡ് ടു സപ്പോർട്ട്. അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് മിഡിൽ പോർഷനിൽ എന്താണ്, ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ അല്ലെങ്കിൽ റിമെയിൻ കോൺസ്റ്റന്റ് ആണോ എന്നായിരുന്നു. നമ്മൾ മാറിപ്പോകുന്നതാണ്. സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് എപ്പോഴും ഇൻക്രീസ് ചെയ്യണം, മിഡിൽ പോർഷനിൽ ഇൻക്രീസ് ചെയ്യുവാണ്. കാരണം എന്താണ്, ഷിയർ ഫോഴ്സ് മിഡിൽ പോർഷനിൽ എന്താ പറയാ സപ്പോർട്ടിനേക്കാളും കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് അവിടെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിറപ്പിന്റെ നമ്പർ ഓഫ് സ്റ്റിറപ്പ് അവിടെ കുറവാണ് വേണ്ടത്. ദെൻ ഡിസൈൻ സ്റ്റെപ്പ്.
ആദ്യമേ നമ്മൾ ഒരു ഷിയർ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത്തിന്റെ ഡിസൈനിന്റെ സ്റ്റെപ്പുകളാണ്. ആദ്യമേ നമ്മൾ ഡിസൈൻ ഷിയർ ഫോഴ്സ് BU കാൽക്കുലേറ്റ് ചെയ്യും. ആ കിട്ടിയ BU വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോമിനൽ ഷിയർ സ്ട്രെസ് τV കാൽക്കുലേറ്റ് ചെയ്യും. τV is equal to VU divided by BD ആണ്. ദെൻ നമ്മൾ ആ ടേബിളിൽ നിന്ന് τC കാൽക്കുലേറ്റ് ചെയ്യും. τC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും വേണം, അതുപോലെ തന്നെ ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? τC കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമ്മൾ τC മാക്സും കാൽക്കുലേറ്റ് ചെയ്യും. ആ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ 0.63 √SCK എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് τC മാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. τV ഗ്രേറ്റർ ദാൻ τC മാക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും τV ഗ്രേറ്റർ ദാൻ τC മാക്സ് ആവാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാം? സെക്ഷൻ റീഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ദെൻ τV ലെസ് ദാൻ τC മാക്സ് ആണെങ്കിൽ നോമിനൽ ഷിയർ സ്റ്റിറപ്പ് അല്ലെങ്കിൽ മിനിമം ഷിയർ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ മിനിമം ഷിയർ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ASV by BSV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 0.87 FY. ദെൻ ഇനി അതല്ല τC ലെസ് ദാൻ τV ലെസ് ദാൻ τC മാക്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. അപ്പൊ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ VU മൊത്തം എടുക്കേണ്ട, നമ്മൾ എടുക്കേണ്ട ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് τV മൈനസ് τC ഇൻറ്റു BD. അതിനുള്ള ഷിയർ ഫോഴ്സിന്, ആ ഷിയർ ഫോഴ്സിനുള്ള ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ആദ്യമേ എന്താ ചെയ്യേണ്ടത്? VU കാൽക്കുലേറ്റ് ചെയ്യുക. VU കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോമിനൽ ഷിയർ സ്ട്രെസ് τV കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ τC കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ τC മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇവരെ കമ്പയർ ചെയ്യുക. τV ഗ്രേറ്റർ ദാൻ τC മാക്സ് ആണെങ്കിൽ സെക്ഷൻ റീഡിസൈൻ അല്ലെങ്കിൽ സെക്ഷന്റെ സൈസ് കൂട്ടി കൊടുക്കുക. τV ലെസ് ദാൻ τC ആണെങ്കിൽ നോമിനൽ ഷിയർ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ τV ലെസ് ദാൻ τC ലെസ് τV ലെസ് ദാൻ τC മാക്സ് ആണെങ്കിൽ അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. എത്ര മാത്രമുള്ള ഷിയർ ഫോഴ്സിനുള്ളതായിരിക്കണം? τV മൈനസ് τC ഇൻറ്റു BD എന്നുള്ള ഷിയർ ഫോഴ്സിനുള്ള ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കമ്പാരിസൺ ആണ്. ഇപ്പൊ τV ലെസ് ദാൻ τC മാക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരിക. അപ്പൊ സെക്ഷൻ അപ്പൊ കമ്പാരിസൺസ് പഠിച്ചു വെച്ചേക്കുക. τV ലെസ് ദാൻ τC മാക്സ് ആണെങ്കിൽ സെക്ഷൻ സൈസ് ഇൻക്രീസ് ചെയ്യുക. τV ലെസ് ദാൻ τC മാക്സ് ആണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇത് എത്ര ഷിയർ ഫോഴ്സിനാണെന്നുള്ളത് നോട്ട് ചെയ്തേക്കുക. τV മൈനസ് τC ഇൻറ്റു BDക്കുള്ള ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ഇനി പറഞ്ഞു τV is more than τC ആണെന്നുണ്ടെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. ഇനി ആ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 3 രീതിയിലായിരിക്കും. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, ബെൻഡപ്പ് ബാർസ് ആയിട്ട് സ്റ്റിറപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, ദെൻ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ 3 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഇനി ബെൻഡപ്പ് ബാർ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ ബെൻഡപ്പ് ബാറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 50% ഓഫ് ദാറ്റ് ഓഫ് ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. ബെൻഡപ്പ് ബാർ ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ബെൻഡപ്പ് ബാർ ആ ഷിയർ റെസിസ്റ്റൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി മോർ ദാൻ 50% ഓഫ് ദാറ്റ് ഓഫ് ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ്. Then the amount of shear reinforcement to be provided is determined to carry a shear force VUS equal to VU minus τC BD. ഇതും amount of shear reinforcement എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആണ് VUS is equal to VU minus τC into BD. Then strength of shear reinforcement. Strength of shear reinforcement എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3 രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. വെർട്ടിക്കൽ ബാർ ആയിട്ട് കൊടുക്കാം, ഇൻക്ലൈൻഡ് ബാർ ആയിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്? അപ്പൊ വെർട്ടിക്കൽ ഷിയർ സ്റ്റിറപ്പ് ആണ് കൊടുക്കണമെങ്കിൽ അവിടുത്തെ VUSന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ VUS is equal to 0.87 FI ASV D divided by SV ആയിരിക്കും. ഇനി ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് അല്ലെങ്കിൽ ബെൻഡപ്പ് അറ്റ് ഡിഫറെന്റ് ക്രോസ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് സെയിം ഇക്വേഷൻ തന്നെ, അതിന്റെ ഒപ്പം തന്നെ എന്തുകൂടെ കൊടുക്കണം? സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ എന്നൊരു ടേം കൂടെ കൊടുക്കണം. 0.87 FY ASV D divided by SV into സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ. എല്ലാ ടേംസും അറിയാൻ തോന്നുന്നു അല്ലെ. FY എന്ന് പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ASV എന്ന് പറയുന്നത് മറ്റേ നമ്മൾ സ്റ്റിറപ്പ് കൊടുക്കുന്നതിന്റെ ആ 2 ലെഗ്ഡ് ആണെങ്കിൽ അതിന്റെ ഏരിയ, D എന്ന് പറയുന്നത് ഡെപ്ത്, SV എന്ന് പറയുന്നത് സ്പേസിംഗ്. Then single bar or single group of parallel bars ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ VUS is equal to 0.87 FY ASV into SV into sin alpha. ഇവിടെ എല്ലാം നമ്മളിപ്പോൾ VUS നമുക്ക് ആ മറ്റേ ഇക്വേഷനിൽ നിന്ന് കിട്ടും. നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. SV എന്നുള്ള വാല്യൂ ആയിരിക്കും.
സ്പേസിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് സ്പേസിങ്ങും മിനിമം നമ്മൾ സ്പേസിംഗ് പെർമിസിബിൾ സ്പേസിംഗുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ വാല്യൂ ആണ് എപ്പോഴും കൊടുക്കുക. SB ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതിൽ മൂന്നിൽ നമ്മൾ എപ്പോഴും വെർട്ടിക്കൽ ഷിയർ സ്റ്റിറപ്പ് ആണ് പ്രിഫർ ചെയ്യണേ. കാരണം വെർട്ടിക്കൽ ഷിയർ സ്റ്റിറപ്പ് ആയിരിക്കും റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സിനെ ടേക്ക് കെയർ ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെർട്ടിക്കൽ ഷിയർ സ്റ്റിറപ്പ് ആണ് പ്രിഫർ ചെയ്യണേ 3 സ്റ്റിറപ്പ് വെച്ച് നോക്കുമ്പോൾ. ദെൻ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഷിയർ മാക്സിമം വരുമ്പോൾ ഫെയിലിയർ അല്ലെങ്കിൽ വേർ ചാൻസ് ഓഫ് ഫെയിലിയർ ഡ്യൂ ടു ഷിയർ ഇസ് മാക്സിമം, അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ എന്ന് പറയുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് എന്നാണ്. ഡിസ്റ്റൻസ് D ഫ്രം ദ ഫേസ് ഓഫ് സപ്പോർട്ട് എന്നാണ് എപ്പോഴും പറയുക. ശ്രദ്ധിക്കാതെ ചോദിക്കാറുള്ളതാണ്. ഇഫ് സപ്പോർട്ട് റിയാക്ഷൻ പ്രൊവൈഡ് എ കംപ്രഷൻ ടു ദ എൻഡ് ഓഫ് മെമ്പർ ദെൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ ഫേസ് ഓഫ് സപ്പോർട്ട്. ഇതാണ് മെയിൻ ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ദെൻ ബോണ്ട് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഷിയറിനെ കുറിച്ചും ഷിയർ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ, ഷിയർ സ്ട്രെങ്ത് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ. അപ്പം ടോപ്പ് ഫൈബറിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെ പാരാബോളിക് ഷേപ്പ് ആയിരിക്കും, താഴത്തേക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ വരുന്നത് ഷിയർ നോമിനൽ ഷിയർ സ്ട്രെസ്, മിനിമം ഷിയർ സ്ട്രെസ് എത്രയാണ്, അല്ലെങ്കിൽ നോമിനൽ ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. നോമിനൽ ഷിയർ സ്ട്രെസ് ഡിനോട്ട് ചെയ്യാൻ ടോബി ആയിരിക്കും. ടോബി യൂണിഫോം ഡെപ്ത് ആണെങ്കിൽ ഒരു ഇക്വേഷൻ ടോബി = VU/BD ചെയ്യുക. വേരിയിങ് ഡെപ്ത് ആണെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ആയിരിക്കും. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോസി മാക്സിമം ആണ്. ടോസി ഡിപ്പെൻഡ് ചെയ്തേക്കണ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനും ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റും ആണ്. അത് വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാവും, അതിൽ നിന്ന് ടോസി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ടോസി മാക്സ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കണ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മാത്രമാണ്. അതിനും ഒരു ടേബിൾ ഉണ്ട്, അതിൽ നിന്ന് ടോസി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇവരെ കമ്പയർ ചെയ്യുക. ടോബി ലെസ് ദാൻ ടോസി ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ മതി. ടോബി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് ആണെങ്കിൽ സെക്ഷൻ എന്ത് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മളവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഇനി ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ തന്നെ 3 രീതിയുണ്ട്. വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കാം, വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിട്ട് കൊടുക്കാം, ബെൻഡപ്പ് ബാർ ആയിട്ട് കൊടുക്കാം, ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആയിട്ട് കൊടുക്കാം. അതിലെ നല്ല ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിരിക്കും. ദെൻ അതിന്റെ സ്പേസിങ്ങിന്റെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ടത് അതിന്റെ സ്പേസിങ് ആയിരിക്കണം. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 0.75 D കൂടാൻ പാടില്ല. ഇൻക്ലൈൻഡ് ആണെങ്കിൽ D എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ബീം ആണ്. ദെൻ ഏത് കേസിലാണെങ്കിലും 300 mm കൂടാനും പാടില്ല. സോ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ബോണ്ട് ആൻഡ് ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. Bond between concrete and steel must be sufficient to make them and jointly. നമ്മുടെ ഒരു എന്താ പറയാ ഡിസൈനിന്റെ അസംഷൻ എന്ന് പറയുന്നത് തന്നെ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടെന്നുള്ള രീതിയിലാണ്. സോ ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ മസ്റ്റ് ബി സഫീഷ്യന്റ് ടു മേക്ക് ദം ആക്ട് ജോയിന്റ്ലി. ദ ഗ്രിഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ മിക്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. അതായത് അവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മിക്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ കോൺക്രീറ്റ്, സർഫസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബാർ, ലെങ്ത് ഓഫ് എംബഡ്മെന്റ് ആൻഡ് ദ കവർ ഓഫ് ദ കോൺക്രീറ്റ് ഓൺ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. ഈ 4 കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് ബോണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മിക്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ കോൺക്രീറ്റ്, സർഫസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബാർ, ലെങ്ത് ഓഫ് എംബഡ്മെന്റ് ആൻഡ് ദ കവർ ഓഫ് കോൺക്രീറ്റ് ഓൺ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. Then the length of a member required to develop the full bond is called anchorage length. Anchorage length എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ബോണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ലെങ്തിനാണ് ആങ്കറേജ് ലെങ്ത് എന്ന് പറയാം. ഇനി ഈ ബോണ്ട് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ, അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെസ് അനുസരിച്ചായിരിക്കും നമ്മൾ ബോണ്ട് മെഷർ ചെയ്യുന്നത്. The stress which is acting on the outer interface of steel to the surrounding concrete is called bond stress. അപ്പോൾ bond stress എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് എവിടെയാണ് ആക്ട് ചെയ്യണേ, ഔട്ടർ ഇന്റർഫേസ് ഓഫ് സ്റ്റീൽ. ആ സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്റ്റീൽ ബാറിന്റെ ഔട്ടർ ഇന്റർഫേസ് തൊട്ട് ടു ദ സറൗണ്ടിങ് കോൺക്രീറ്റ്, അവർ തമ്മിലുള്ള ആ സ്ട്രെസ്സിനാണ് നമ്മൾ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ബോണ്ട് സ്ട്രെസ് എന്താണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെസ് ആക്ടിങ് on the outer interface of the steel to the surrounding concrete is called bond stress. ഇനി എന്തിനാ ബോണ്ട് സ്ട്രെസ് കൊടുക്കുക? This stress help in keeping the bond between reinforcement and concrete together. Also, bond stress resists any force that tries to pull out the rod from concrete. കോൺക്രീറ്റിൽ നിന്ന് സ്റ്റീൽ റോഡിനെ പുള്ളി ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളെയും റെസിസ്റ്റ് ചെയ്യാൻ ഈ ബോണ്ട് സ്ട്രെസ് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then
ടോ ബി ഡി എന്നാണ് നമ്മൾ ബോണ്ട് സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുക. ബോണ്ട് സ്ട്രെസ്സിന്റെ വാല്യൂ കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അനുസരിച്ച് ബോണ്ട് സ്ട്രെസ് മാറും. സോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അനുസരിച്ച് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ടോ ബി ഡി എന്ന് പറയുന്നത് M20ക്ക് 1.2, M25ന് 1.4, M30ക്ക് 1.5, M35ന് 1.7 ആൻഡ് 1.9. വലിയ വ്യത്യാസമില്ല. ഓർത്തിരിക്കുക 1.2, 1.4, 1.5, 1.7 ആൻഡ് 1.9. ആ 1.4 മാത്രം, അല്ലെങ്കിൽ ആ 1.4ന് 1.5 ഇടയ്ക്ക് മാത്രമാണ് ഒരു വ്യത്യാസം. ബാക്കിയെല്ലാം 2 വെച്ചിട്ടാണ് മാറുക. ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡിസൈൻ ബോണ്ട് സ്ട്രെസ്, ഈ ടേബിളും മറ്റേ ടേബിളും കൂടെ മാറിപ്പോയത്. മറ്റേത് ടോസി മാക്സിന്റെ ഒരു ടേബിൾ ആയിരുന്നു. ടോസി മാക്സ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും വെച്ചിട്ടായിരുന്നു. അപ്പൊ അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും 0.63 FCK വെച്ച് √FCK വെച്ച് ചെയ്താൽ മതി. ഇവിടെ ഡിസൈൻ ബോണ്ട് സ്ട്രെസ്സിനുള്ള ഇക്വേഷൻ ആണ്. M20ക്ക് 1.2, M25ന് 1.4, M30ക്ക് 1.5, M35ന് 1.7, M40 and above 1.9. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. The above values are corresponding to plain bar under tension. നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ഇവിടെ ടോ ബി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്ലെയിൻ ബാർ ഇൻ ടെൻഷൻ ഉള്ള ആണ്. അപ്പൊ അത് ബാർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ വാല്യൂ മാറും. അതായത് the above value should be enhanced by 60% for deformed bar and also increased by 25% for bar under compression. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന പ്ലെയിൻ ബാർസിനാണ്. അപ്പൊ ഡീഫോംഡ് ബാർ ആണെങ്കിൽ നമ്മൾ ആ പറഞ്ഞേക്കുന്ന വാല്യൂ 60% കൂടെ ആഡ് ചെയ്യുക. അതിന്റെ 60% കൂടെ ആഡ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ടെൻഷൻ ആണ് പറഞ്ഞിരുന്നത് അല്ലെ. കംപ്രഷൻ ആണെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, 25% കൂടെ ആഡ് ചെയ്യുക. അപ്പൊ അത് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം കാണിച്ചു തരാം, മനസ്സിലാവും. Calculate the design bond stress for bar of FE 415 under compression in M30 concrete എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ഫോർ ബാർ ഓഫ് FE 415 അണ്ടർ കംപ്രഷൻ ഇൻ M30 കോൺക്രീറ്റ്. അപ്പൊ അണ്ടർ കംപ്രഷൻ ആണ് M30 കോൺക്രീറ്റ് എന്ന് പറഞ്ഞു. M30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വാല്യൂ എത്രയാണ്? 1.5 ആണ് അല്ലെ. 1.5 ആണ് ആൻസർ. പക്ഷെ 1.5ന്റെ ഒപ്പം തന്നെ ഇവിടെ കംപ്രഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഫോംഡ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ ബാർ അല്ല, ഡീഫോം FE 415 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡീഫോംഡ് ബാർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ അതിന്റെ കൂടെ കൂട്ടണം. അപ്പൊ ടോ ബി ഡി ഈസ് ഈക്വൽ ടു 1.5 എന്ന് പറയുന്നത് M30യുടെ ഈ വാല്യൂ ഇൻറ്റു 1.25 എന്ന് പറയുന്നത് എന്തായിരിക്കും? 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതാണ് 1.25. ഇനി 1.6 എന്ന് പറഞ്ഞാൽ 60% ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് 1.6 എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് 3 Newton/mm² ആയിരിക്കും. FE 415 വെച്ചിട്ടുള്ള കംപ്രഷൻ M30 കോൺക്രീറ്റിന്റെ ഡിസൈൻ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ബോണ്ട് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ബോണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ശരിക്കും പറഞ്ഞാൽ ബോണ്ട് സ്ട്രെസ്സിന് പ്രത്യേക കാൽക്കുലേഷൻ ഒന്നുമില്ല. ഈ ടേബിളേ ഉള്ളൂ. ഈ ടേബിൾ പഠിച്ചു വെക്കുക. ഇനി അതിനകത്ത് ഏത് കോൺക്രീറ്റ് M30 ഗ്രേഡ് കോൺക്രീറ്റ് ഏതാന്ന് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോണ്ട് സ്ട്രെസ്സിന്റെ വാല്യൂ എടുക്കുക. ദെൻ നമ്മൾ ബാർ തന്നിരിക്കുന്നത് പ്ലെയിൻ ബാർ ആണോ അതോ ഡീഫോംഡ് ബാർ ആണോ നോക്കുക. പ്ലെയിൻ ബാർ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക. ഡീഫോംഡ് ബാർ ആണെങ്കിൽ അതിനെ 60% ഇൻക്രീസ് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് നോക്കുക. ടെൻഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ വാല്യൂ, കംപ്രഷൻ ആണെങ്കിൽ വീണ്ടും അതിന്റെ ഒപ്പം 25% ആഡ് ചെയ്യുക. എന്നിട്ടായിരിക്കും ടോ ബി ഡി കാൽക്കുലേറ്റ് ചെയ്യാം. In the case of a bond failure, the most economical way to make it safe is by providing more number of bars of smaller diameter instead of less number of bar of larger diameter for the same amount of steel. ബോണ്ട് ഫെയിലിയർ വരുമ്പോൾ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ സ്മോളർ ബാറിന്റെ കുറെ നമ്പർ ഓഫ് ബാർ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. കുറച്ചും കൂടി ബോണ്ട് ഫെയിലിയർ ഉണ്ടാവാതെ, അല്ലെങ്കിൽ എക്കണോമിക്കൽ വേയിൽ നമുക്ക് ബോണ്ട് ഫെയിലിയറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇൻ ദ കേസ് ഓഫ് ബോണ്ട് ഫെയിലിയർ, ദ മോസ്റ്റ് എക്കണോമിക്കൽ വേ ടു മേക്ക് ഇറ്റ് സേഫ് എന്ന് പറയുന്നത് ബൈ പ്രൊവൈഡിങ് മോർ നമ്പർ ഓഫ് ബാർ ഓഫ് സ്മോളർ ഡയമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് ലെസ് നമ്പർ ഓഫ് ബാർ ഓഫ് ലാർജർ ഡയമീറ്റർ ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് സ്റ്റീൽ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ ബാത്ത് അല്ല ബാർ ആണ് കേട്ടോ. ബാർ ഓഫ് ലാർജർ ഡയമീറ്റർ ഫോർ സെയിം എമൗണ്ട് ഓഫ് സ്റ്റീൽ. Then factors enhancing bond strength. Higher grade of concrete, deformed bar instead of plain bar, smaller diameter bar, more nominal cover, reduce the spacing of stirrup. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എൻഹാൻസിംഗ് ദ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത്.
അതായത് മെയിൻ ഫാക്ടേഴ്സ് ബോൺ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബോൺ സ്ട്രക്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹയർ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഡീഫോംഡ് ബാർ ആയിരിക്കും കുറച്ചും കൂടി വാല്യൂ കൂടുന്നത്, സ്മോളർ ഡയമീറ്റർ ബാർ, മോർ നോമിനൽ കവർ ആൻഡ് റെഡ്യൂസ്ഡ് സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ്. Then next, development length. Development length is the extra length of a bar provided beyond the required section in order to ensure. In the development bar എന്ന് അറിയാം, ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ലെങ്തിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ എക്സ്ട്രാ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് എന്തിനാ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to develop a safe bond between the bar surface and the conduit so that no failure due to slippage of bar occur during ultimate load condition. അതായത് ബോൺ സ്ട്രെസ് കൂട്ടാൻ വേണ്ടി, അതായത് സ്ലിപ്പേജ് occur ചെയ്യാതെ ultimate load conditionലും ബോൺ സ്ട്രെസ് മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. Then also the extra length of the bar provided as development length is responsible for transferring the stresses developed in any section to the adjoining section. അതായത് നമ്മളിപ്പോ ഒരു കോളം ബീം ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ലെങ്ത് ഓഫ് ദ ബാർ ബീമിൽ നിന്ന് കോളത്തിലേക്ക് സ്ട്രെസ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ഡെവലപ്മെന്റ് ലെങ്ത് വെച്ച് നമുക്ക് സ്ട്രെസ്സസിനെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത്തിന് മെയിൻ ആയിട്ട് രണ്ട് യൂസസ് ആണുള്ളത്. ടു ഡെവലപ്പ് എ സേഫ് ബോണ്ട് ബിറ്റ്വീൻ ദ ബാർ സർഫസ് ആൻഡ് കോൺക്രീറ്റ് ആൻഡ് ഓൾസോ ടു ടേക്ക് എക്സ്ട്രാ ലെങ്ത് ഓഫ് ബാർ പ്രൊവൈഡ് to transfer the stresses developed in any section to the adjoining section. Then development length of HYSD bar is invariably higher than that of mild steel irrespective of diameter of bar and grade of concrete. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് HYSD ബാർ ആണോ മൈൽഡ് സ്റ്റീൽ ആണോ ഏത് ഡയമീറ്ററും ചോദിക്കുകയാണെങ്കിലും എപ്പോഴും ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് HYSD ബാർ ആയിരിക്കും എപ്പോഴും ഹയർ ആയിട്ടുള്ളത്. ഇനി ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ LD is equal to 5 into sigma s divided by 4BD. അതിലെ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡയമീറ്റർ ഓഫ് ദ ബാർ, സിഗ്മ എസ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, ദെൻ BD എന്ന് പറയുന്നത് ഡിസൈൻ ബോൺ സ്ട്രെസ്. ഇനി ഡെവലപ്മെന്റ് 5 is nominal diameter of reinforcement, sigma is the stress in bar as a section considered, and tau BD is the design bond stress. LD കാണാനും നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് AEയുടെ എക്സാമിനൊക്കെ പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഓവർസിയർ വരെയുള്ള എക്സാമിന് ഇക്വേഷൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. AEയുടെ എക്സാമിന് പക്ഷെ ഡെവലപ്മെന്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. tau BD അപ്പൊ നിങ്ങൾ നോക്കി വെച്ചേക്കുക. tau BD നമ്മുടെ ആ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ tau BD തന്നിട്ടുണ്ടാവില്ല, അതിന് പകരം നമുക്ക് ആ കണ്ടീഷൻസ് ആയിരിക്കും M30 കോൺക്രീറ്റ് ആണോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിരിക്കും തന്നേക്കുന്നത്. ഡെവലപ്മെന്റ് ലെങ്ത് അതിൻ്റെ വേറൊരു കാര്യം, ഡെവലപ്മെന്റ് ലെങ്ത് ഈസ് ഇൻക്രീസ് ഡ്യൂ ടു ബണ്ടിലിംഗ്. ബണ്ടിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ബാർസ് അല്ലെങ്കിൽ ബാറുകൾ നമ്മൾ കൂട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ബണ്ടിലാക്കുവാണെങ്കിൽ ആ ഡെവലപ്മെന്റ് ലെങ്സിനെ നമുക്ക് ഒരു പെർസെന്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. രണ്ട് ബാറുകൾ തമ്മിലാണ് കൂട്ടി ബണ്ടിൽ ചെയ്തേക്കണമെങ്കിൽ അവിടുത്തെ ഡെവലപ്മെന്റ് ലെങ്ത് 10% ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. 3 ബാർസ് ആണ് കൂട്ടണമെങ്കിൽ നമുക്ക് 20% ആയിട്ട് ഇൻക്രീസ് ചെയ്യും. 4 ബാർസ് ആണെങ്കിൽ 33% വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഡെവലപ്മെന്റ് ലെങ്ത് ഈസ് ഇൻക്രീസ് ഡ്യൂ ടു ബണ്ടിലിംഗ്. അതിന്റെ നമ്പർ ഓഫ് ബാറിനനുസരിച്ച് ഈ ഇത്ര പെർസെന്റേജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാർസ് ലാർജർ ദാൻ 32 mm ഡയ ഷാൽ നോട്ട് ബി ബണ്ടിൽ എക്സെപ്റ്റ് ഇൻ കോളം. കോളത്തിൽ ഒഴിച്ച് വേറെ ഒരിടത്ത് നമ്മൾ 32 mm ഡയമീറ്ററിന് മേലുള്ള ബാർസിനെ ഒരിക്കലും ബണ്ടിൽ ചെയ്യാൻ പാടില്ല. Then it is not possible to provide straight bar at all times due to lack of space at the support. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കാൻ എപ്പോഴും സ്ട്രെയിറ്റ് ബാർ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അവിടെ സ്പേസ് സപ്പോർട്ടിൽ പ്രത്യേകം അതിനനുസരിച്ചുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഹുക്സും ബെൻഡും ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആങ്കറേജ് വാല്യൂ ആണ്. ഇപ്പൊ ഹുക്ക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ആങ്കറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 16D ആണ്. അല്ല ബെൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 45 ഡിഗ്രി ആംഗിൾ ആണ് നമ്മൾ മിക്കവാറും ബെൻഡ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ അടുത്ത ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 4D ആയിരിക്കും. സോ ഇത് ശ്രദ്ധിച്ചേക്കുക. ആങ്കറേജ് വാല്യൂ ഹുക്ക് ലെങ്ത് ആണെങ്കിൽ 16D കൊടുക്കുക. ആങ്കറേജ് വാല്യൂ ആണെങ്കിൽ ആങ്കറേജ് വാല്യൂ ബെൻഡ് ആണ് കൊടുക്കണമെങ്കിൽ 4D കൊടുക്കുക, 45 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ. ദെൻ മിസ്സേ കുറച്ചു പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ.
ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? മിസ് റെക്കോർഡ് ഉള്ളാലും കുഴപ്പമില്ലായിരിക്കും. ഓക്കെ. ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമോ? അഡ്മിറ്റ് ഓൾ കൊടുത്തതാണ്, പിന്നെ എന്ത് പറ്റും? ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു മിസ്സേ. സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോ വരാം. ഇപ്പൊ കാണാമല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പറയാം. ഇപ്പൊ ലേറ്റ് ആയിട്ട് വന്നവർക്ക് കേട്ടോ, പെട്ടെന്ന് തന്നെ തീർക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പ്ലൈസിങ് ആണ്. സ്പ്ലൈസിങ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റാൻഡേർഡ് രണ്ട് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബാറിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയുക. അത് രണ്ട് ഡിസൈർ ലെങ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് ബാറുകളെ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയും. നമുക്ക് 3 മെത്തേഡ് വഴി ചെയ്യാം. ലാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് ബാറിനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ലാപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ 32 mm ലാർജർ
ഡയമീറ്റർ ബാറുകൾ, അതായത് 32 mm കൂടുതലുള്ള ഡയമീറ്റർ ഉള്ള ബാറിനെ നമ്മൾ ഒരിക്കലും ലാപ്പിംഗ് ഡിസൈറബിൾ ആയിട്ട് ചെയ്യില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എപ്പോഴും ലാപ്പ് ലെങ്ത് ആയിരിക്കും. എത്ര ലെങ്ത് ആണ് ഈ ഓവർലാപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ബെൻഡിങ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് LD and 30 diameter of bar. അതായത് LD എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ലെങ്ത് ആണോ 30 into diameter of bar. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ ആ വാല്യൂ ആയിരിക്കണം. ബെൻഡിങ് ടെൻഷൻ ആണ് കൊടുക്കണമെങ്കിൽ അവിടുത്തെ ലാപ്പ് ലെങ്ത്തിന്റെ വാല്യൂ. ഇനി ഡയറക്റ്റ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ 2 into development length or 30 diameter of bar ഏതാണോ മാക്സിമം 30 into diameter of bar എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 LD or 30 diameter of bar or 30 times the diameter of the bar, whichever is the maximum. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ അതാണ് കൊടുക്കേണ്ടത്. ഓർ ഇനി കംപ്രഷൻ ആണെങ്കിൽ, ടെൻഷൻ മാറി കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം LD or 24 diameter of bar. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ ആ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. സോ ലാപ്പിംഗ് എന്ന് പറയുന്നത് അറിയാം, രണ്ട് ബാറുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലാപ്പ് ചെയ്ത് വെക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 32 mm mm കൂടുതൽ ഡയമീറ്റർ ഉള്ള ബാറിനെ ഒരിക്കലും നമ്മൾ ലാപ്പ് ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് ലാപ്പ് ലെങ്ത് എത്രയാന്നുള്ളതാണ്. അപ്പൊ ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 3 കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ബെൻഡിങ് ടെൻഷൻ ആണോ, ഡയറക്റ്റ് ടെൻഷൻ ആണോ, കംപ്രഷൻ ആണോ എന്നനുസരിച്ച്. ബെൻഡിങ് ടെൻഷൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് LD or 30 times diameter of the bar, ഡെവലപ്മെന്റ് ലെങ്ത് or 30 times diameter ബാർ നോക്കുക. അതിലെ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് ബെൻഡിങ് ടെൻഷൻ എടുക്കുക. ഇനി ഡയറക്റ്റ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം ഓഫ് 2 LD, 2 times development length or 30 times diameter of bar. കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഓഫ് 2 LD, ഡെവലപ്മെന്റ് ലെങ്ത് or 24 times diameter of bar. ഇതാണ് നോക്കേണ്ടത്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ്. വെൽഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ബാറുകൾ തമ്മിൽ വെൽഡ് ചെയ്ത് വെക്കും. പക്ഷെ അത് സ്മോളർ ഡയമീറ്ററിന് ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. ബട്ട് എക്കണോമിക്കൽ ഫോർ ലാർജ് ഡയമീറ്റർ ബാർ. ലാർജ് ഡയമീറ്റർ ബാറിന് ലാപ്പിങ്ങിനേക്കാളും കുറച്ചും കൂടി എക്കണോമിക്കൽ എന്ന് പറയുന്നത് വെൽഡിംഗ് ആയിരിക്കും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലർ എന്ന് പറഞ്ഞ സംഭവമാണ്. കപ്ലർ എന്ന് പറയുന്നത് ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് കപ്ലർ. രണ്ട് ബാറുകൾ നമ്മൾ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഇങ്ങനെ കയറ്റി വെക്കാം. ആ സംഭവത്തിനാണ് നമ്മൾ കപ്ലർ എന്ന് പറയുക. ഇനി ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് ബാറുകൾ തമ്മിൽ നമ്മൾ ലാപ്പ് ലെങ്ത് നോക്കുക. രണ്ട് ബാർ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വെക്കും. ആ ഓവർലാപ്പ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസിനാണ് ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലാപ്പ് ലെങ്ത് ആണ് നമ്മൾ 3 കണ്ടീഷൻ അനുസരിച്ച് എത്ര വേണം എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബെൻഡിങ് ടെൻഷൻ ആണോ നോക്കുക. ബെൻഡിങ് ടെൻഷൻ ആണെങ്കിൽ മാക്സിമം എത്ര കൊടുക്കുക, സോറി മാക്സിമം ഓഫ് ആ രണ്ടിലെ ഏതോ മാക്സിമം വാല്യൂ ഏതാണോ അത് കൊടുക്കുക. ഡയറക്റ്റ് ടെൻഷൻ ആണെങ്കിൽ 2 LD ആണോ 30 diameter of bar ആണോ ഏതാണോ മാക്സിമം അത് നോക്കുക. കംപ്രഷൻ ആണെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് ആണോ 24 times diameter of bar ഏതാണോ മാക്സിമം അത് കൊടുക്കുക. ഇതാണ് സ്പ്ലൈസിങ്ങിനെ കുറിച്ചുള്ളത്. ദെൻ സ്പ്ലൈസിങ്ങിന് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 50% ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് ബി സ്പ്ലൈസ്ഡ് അറ്റ് വൺ ലൊക്കേഷൻ. അതായത് ഒരു സ്ഥലത്ത് തന്നെ അതിന്റെ 50% കൂടുതൽ സ്പ്ലൈസ് ചെയ്യാൻ പാടില്ല. കാരണം ആ സ്പ്ലൈസ് ചെയ്യുന്നത് നമുക്കറിയാം എപ്പോഴും ജോയിൻ ചെയ്ത് വെക്കുന്ന സ്ഥലത്തായിരിക്കും സ്ട്രെങ്ത് കുറച്ച് കുറവ്, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയാ ഒരു പെട്ടെന്ന് ലോഡ് വരുമ്പോഴും ഒരു ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ ആ ജോയിൻ ചെയ്ത സ്ഥലത്തേക്കായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും 50% കൂടുതൽ റീഇൻഫോഴ്സ്മെന്റ് ഒരിക്കലും ഒരു സ്ഥലത്ത് തന്നെ സ്പ്ലൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ കൊടുക്കാം, സ്റ്റാഗർ ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ സ്റ്റാഗർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, it must be staggered by a distance more than 1.3 times lap length. 1.3 times lap lengthനേക്കാൾ ഡിസ്റ്റൻസ് എങ്കിലും അവിടെ ഒരു കൊടുക്കണം. രണ്ട് സ്പ്ലൈസിങ് തമ്മിൽ ചെയ്യുമ്പോൾ കൊടുക്കണം. 1.3 times എങ്കിലും ലാപ്പ് ലെങ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. Then slicing is not recommended at the location where bending moment is more than 50% of the capacity of the section. അതായത് ഏറ്റവും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കൂടുതലുള്ള സ്ഥലത്തും നമ്മൾ സ്പ്ലൈസിങ്, അല്ലെങ്കിൽ 50% കപ്പാസിറ്റി സെക്ഷൻ ഉള്ള സ്ഥലത്തും സ്പ്ലൈസിങ് കൊടുക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ അതേ കാര്യം, കാരണം എവിടെയാണോ ജോയിൻ ചെയ്തേക്കുന്നത് അവിടെ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഫെയിലിയർ ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും സ്പ്ലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ സ്പ്ലൈസിങ്ങിൽ നിന്ന് വരാനുള്ള ചോദ്യങ്ങൾ 3 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു.
മൂന്ന് മെത്തേഡ്സിലും ചോദ്യം വരുന്നത് ആ ലാപ്പ് ലെങ്ത് അല്ലെങ്കിൽ ലാപ്പിങ്ങിൽ നിന്നായിരിക്കും. കാരണം ലാപ്പിങ്ങിന്റെ ചോദ്യം വരുന്നത് എത്ര ഡയമീറ്റർ, ലാർജസ്റ്റ് ആ ഡയമീറ്റർ 32 mm കൂടുതൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ലെങ്ത്, ആ 32 mm ഡയമീറ്റർ നോക്കി വെക്കുക. ദെൻ ലാപ്പ് ലെങ്ത്തിന്റെ കാര്യം, മൂന്ന് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ നോക്കുമ്പം ഏത് കണ്ടീഷനാണ് നോക്കുക, ബെൻഡിങ് ടെൻഷൻ ആണോ, ഡയറക്ട് ടെൻഷൻ ആണോ, അതോ കംപ്രഷൻ ആണോ നോക്കുക. അതിനനുസരിച്ച് എൽ ഡി ആ ഇക്വേഷൻസ്, എൽ ഡി 30 ടൈംസ് ഡയമീറ്റർ ബാർ, ഡയറക്ട് ടെൻഷൻ ആണെങ്കിൽ 2LD 30 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ, കംപ്രഷൻ ആണെങ്കിൽ വീണ്ടും LD 24 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ ബാർ. ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണോ അത് എടുത്ത് നോക്കുക. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 50% ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് നോട്ട് ബി സ്പേസ്ഡ് ഇൻ വൺ ലൊക്കേഷൻ. ഈ സെക്കൻഡ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ലെങ്ത്തിന്റെ വാല്യൂ, it should be staggered by a distance more than 1.3 times lap length. 1.3 times lap ലെങ്തിനേക്കാൾ കൂടുതലെങ്കിലും ആയിരിക്കണം ആ ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള സ്റ്റാഗറിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബെൻഡിങ് മൊമെന്റ് കൂടുതലുള്ള സ്ഥലത്ത് സ്പൈസിങ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ദെൻ ഒരു നെക്സ്റ്റ് ടോപ്പിക്കാണ് കർട്ടെയിൽമെന്റ് എന്ന് പറയുന്നത്. കർട്ടെയിൽമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. നമുക്ക് റീഇൻഫോഴ്സ്മെന്റിനെ കുറച്ചും കൂടി എക്കണോമിക്കൽ രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് അതായത് റീഇൻഫോഴ്സ്മെന്റ്, അതായത് എന്താ പറയാ, മൊമെന്റ് കൂടുതലുള്ളതോ അല്ലെങ്കിൽ മൊമെന്റ് കുറവുള്ളിടത്ത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കുറവ് ആവശ്യമുള്ളിടത്ത് നമ്മൾ കുറച്ച് റീഇൻഫോഴ്സ്മെന്റ് കട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. എങ്ങനെയാണ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് റെഡ്യൂസ് ചെയ്യും. എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ, എവിടെ ബെൻഡിങ് മൊമെന്റ് മിനിമം അല്ലെങ്കിൽ 0 ആവുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അവിടെ വളരെ കുറച്ച് കൊടുക്കും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. എന്തിനാണ്, എക്കണോമിക് ഡിസൈൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് അത് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ചോദിക്കുന്നത് കർട്ടെയിൻമെന്റിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എത്ര ലെങ്ത് കർട്ടെയിൽഡ് ബാർ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുക. ദ കർട്ടെയിൽഡ് ബാർ ഇൻ ഫ്ലെക്ഷൻ മെമ്പർ ആർ എക്സ്റ്റെൻഡഡ് for a distance equal to 12 times the diameter bar or effective depth, whichever is greater, except at simple support or free end of cantilever. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കർട്ടെയിൽ ബാർ എവിടെ കൊടുക്കണം, കർട്ടെയിൽമെന്റ് മെയിൻ ആയിട്ട് കൊടുക്കുന്ന നമ്മളെ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, എക്കണോമിക്കൽ ഡിസൈൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി. നമ്മൾ കൊടുക്കേണ്ട സ്ഥലം എവിടെയാണ്, അതായത് കൊടുക്കേണ്ടത് എത്ര വെച്ചാണ്, ഇറ്റ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ഫോർ എ ഡിസ്റ്റൻസ് ഈക്വൽ ടു 12 times diameter of the bar or effective depth, whichever is greater. എവിടെയാണോ ഏതാണോ ഗ്രേറ്റർ ആ വാല്യൂ കൊടുക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് ബി നോട്ട് യൂസ്ഡ് ഫോർ സിംപ്ലി സപ്പോർട്ട് ഓർ ഫ്രീ എൻഡ് ഓഫ് കാന്റിലിവർ. ഇത്രയും കാര്യങ്ങൾ നോക്കുക. സപ്പോർട്ട് കണ്ടീഷന്റെ സ്ഥലത്താണല്ലോ ബെൻഡിങ് മൊമെന്റ് മിനിമം വരില്ല. അപ്പൊ അവിടെയാണ്, അതാണ് സിംപ്ലി സപ്പോർട്ടിന്റെ ഫ്രീ എൻഡ് ഓഫ് കാന്റിലിവറിന്റെ അവിടെ നമ്മൾ ഒരിക്കലും അത് യൂസ് ചെയ്യത്തില്ല. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ടെൻഷൻ മെമ്പർ അല്ലെങ്കിൽ ആ ബീം അങ്ങനെയുള്ള കാര്യം. നമ്മുടെ അനാലിസിസ് ഓഫ് ബീമിന്റെ കാര്യത്തിൽ പറഞ്ഞ, ഇന്നലെ നമ്മൾ അനാലിസിസ് ഓഫ് ബീമിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചും അങ്ങനെയുള്ള സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീം അതിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയായിരുന്നു ഷിയർ റീഇൻഫോഴ്സ്മെന്റ്, അതും പറഞ്ഞു. ഇനി കംപ്രഷൻ മെമ്പറിലേക്കാണ് പോകുന്നത്. കംപ്രഷൻ മെമ്പർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? Compression members are structural elements primarily subjected to axial compressive force. ആക്സിയൽ കംപ്രസീവ് ഫോഴ്സിനെ സബ്ജക്ട് ചെയ്തേക്കുന്ന എലമെന്റ്സ്, സ്ട്രക്ചറൽ എലമെന്റ്സ് ആണ് കംപ്രസീവ് മെമ്പർ എന്ന് പറയാം. സോ കംപ്രസീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കൺസിഡറേഷൻ നമ്മൾ സ്ട്രെങ്ത് അല്ലെ അവിടെ ഡിസൈനിൽ മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവിടുത്തെ അതിന്റെ സ്ട്രെങ്ത്തും ബക്ലിങ്ങും ആയിരിക്കും. അവിടുത്തെ മെയിൻ എന്താ പറയാ, ഒരു കംപ്രഷൻ മെമ്പറിന്റെ ഒരു ഫെയിലിയർ ചാൻസ് ബക്ലിംഗ് വഴിയായിരിക്കും നോക്കുക. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻ കൺസിഡർ ചെയ്യേണ്ട കാര്യം അവിടുത്തെ സ്ട്രെങ്ത് ആൻഡ് ബക്ലിംഗ് ആയിരിക്കും. ഇനി ഏതൊക്കെയാണ് കംപ്രഷൻ മെമ്പർ? കോളം ഒരു കംപ്രഷൻ മെമ്പർ, കോളം മാത്രമല്ല കംപ്രഷൻ മെമ്പർ, കോളം, പെഡസ്റ്റൽ, വോൾ, സ്ട്രട്ട് ഇതെല്ലാം ഒരു കംപ്രഷൻ മെമ്പർ ആണ്. ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പെഡസ്റ്റൽ. പെഡസ്റ്റലും കോളവും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെഡസ്റ്റൽ ഈസ് ഓൾസോ എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ whose effective length L effective എന്ന് പറയുന്നത് does not exceed 3 times its least horizontal dimension B. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പെഡസ്റ്റൽ എന്ന് പറയുക. അതായത് എഫക്റ്റീവ് ലെങ്ത് ഡസ് നോട്ട് എക്സീഡ് 3 times ഓഫ് ഇറ്റ്സ് ലീസ്റ്റ് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെർട്ടിക്കൽ മെമ്പറിനെ പെഡസ്റ്റൽ എന്ന് പറയും, അല്ലെ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പറിനെ നമ്മൾ പെഡസ്റ്റൽ എന്ന് പറയും. ദെൻ കോളം ആണെന്നുണ്ടെങ്കിൽ, കോളം ഈസ് ഓൾസോ എ വെർട്ടിക്കൽ കംപ്രഷൻ മെമ്പർ whose unsupported length L, effective length അല്ല, unsupported length L shall not exceed 60 times of B. അതായത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ if restrained at 2 ends. ഇത് ചോദിക്കാറില്ല, പെഡസ്റ്റൽ ആണ് മെയിൻ ആയിട്ട് ചോദിക്കുക. കോളത്തിന് ഒരു ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നതാണ്. കോളം is a vertical compression member whose unsupported length L shall not exceed 60 times of B if restrained at 2 ends.
Then wall. Wall is a vertical compression member whose effective height to thickness are ratio എന്ന് പറയുന്നത് shall not exceed 30. ക്ലോസ് IS 456 ഇന്ന ക്ലോസിലാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലോസ് നമ്പർ 32.2.3. അപ്പൊ അത് നോക്കിയേക്കാം. wall is a vertical compression member whose effective height to thickness ratio shall not exceed 30. The larger horizontal dimension, also larger horizontal dimension, that is length of the wall, is more than 40. ഈ രണ്ട് കണ്ടീഷൻ എടുക്കുമ്പോഴാണ് വോൾ ആവണേ. അതായത് വോളിന്റെ height to thickness ratio should not exceed 30 and also largest horizontal dimension, അതായത് ലെങ്ത് ഓഫ് ദ വോൾ എന്ന് പറഞ്ഞാൽ should be more than 40. T എന്ന് പറഞ്ഞാൽ thickness of the wall ആയിരിക്കും. ഇനി സ്ട്രട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പർ ആണെങ്കിൽ കോളം വാൾ പെഡസ് എന്ന് പറയും. സ്ട്രട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രസ്സിൽ കൊടുക്കുന്ന ഇംഗ്ലൈൻഡ് മെമ്പറും ആണ്. പക്ഷെ അവിടെ നമ്മൾ ആക്സിയൽ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും സ്ട്രട്ടിലും ആക്ട് ചെയ്യുന്നത്. ഇനി കംപ്രഷൻ മെമ്പർ അല്ലെങ്കിൽ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ? ഇനി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എഫക്റ്റീവ് ലെങ്ത് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കംപ്രഷൻ മെമ്പറിലെ എഫക്റ്റീവ് ലെങ്ത്. എപ്പോഴും തന്നെ ഓരോ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഫക്റ്റീവ് ലെങ്ത്. അപ്പൊ ആദ്യമേ തന്നെ എന്താണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയാം. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് it is the vertical distance between the point of inflection of compression member in the buckled configuration in a plane is termed as effective length LE of that compression member in that plane. അതായത് ഇപ്പൊ ഒരു പിൻഡ് സപ്പോർട്ട് ഒരു കോളം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് ഒരു കോളം ആണെന്ന് വിചാരിക്കുക. കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ കോളം എന്ത് ചെയ്യും? ഇങ്ങനെ ബക്കിൾ ചെയ്യും അല്ലെ? ഇപ്പൊ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻഫ്ലക്ഷൻ ഓഫ് ദ കംപ്രഷൻ മെമ്പർ ഇൻ ദ ബക്കിൾഡ് കോൺഫിഗറേഷൻ, അതായത് ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എൽ എഫക്റ്റീവ് എന്ന് പറയുക. ഇപ്പൊ ഒരു പിൻഡ് സപ്പോർട്ട് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സോറി ഒരു പിൻഡ് പോട്ടെ ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ ബക്ലിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് ബക്ലിംഗ് ചെയ്ത് പോകുന്നത്. അതായത് ഇവിടുന്ന് ഇച്ചിരി ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയാണ് പോവുക. അപ്പൊ അവിടുത്തെ എൽ എഫക്റ്റീവ് എന്ന് പറയുന്ന ബക്കിളുടെ പോർഷന്റെ അവിടുന്നുള്ള ഇൻഫ്ലക്ഷൻ ഓഫ് കംപ്രഷൻ മെമ്പർ ഇൻ ദ ബക്കിളുടെ കോൺഫിഗറേഷൻ ആണ് എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ എൽ എഫക്റ്റീവ് എന്ന് പറയുക. ഇതിനാണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ മെമ്പർ എന്ന് പറയുന്നത്. സോ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, ഈ പോയിന്റ് നോക്കുക, point of inflection of the compression member in the buckled configuration in a plane is known as effective length of LD of that compression member in that plane. The effective length is different from the unsupported length of L of the member. ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഇപ്പൊ എല്ലിൽ നിന്ന് എഫക്റ്റീവ് ലെങ്ത് ഡിഫറെന്റ് ആവും. എപ്പോഴാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എൻഡ് റിസ്ട്രെയിൻസ് ആണ്. ആ എൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഇതാ നമ്മുടെ കോഡിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു 7 പോയിന്റ് എപ്പോഴും പഠിച്ചു വെക്കുക. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മളുടെ അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഫക്റ്റീവ് ക്വസ്റ്റ്യൻ ഈ ഡിഗ്രി ഓഫ് എൻഡ് റിസ്ട്രെയിൻ അല്ല കണ്ടീഷൻസ് പറയും. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് അഗൈൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് എൻഡ് ആണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എത്ര? അപ്പൊ എത്രയാന്ന് വെച്ചാൽ 0.5 L എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ കണ്ടീഷൻ തരും, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ലെങ്ത് എത്രയാന്ന് നോക്കുക. ഈ കോഡിന്റെ നമ്മുടെ IS 456 ടേബിൾ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും തന്നെ ഒരുമാതിരി കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചേക്കുന്നതാണ്. അപ്പം ഇത്രയും ഫുൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എളുപ്പത്തെ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പറഞ്ഞു തരാം. അതിൽ 4 കാര്യങ്ങൾ എന്തായാലും പിൻഡ് സപ്പോർട്ട് കാര്യങ്ങൾ നോക്കി വെക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിൻഡ് സപ്പോർട്ട്, അതായത് 2 എൻഡും പിൻഡാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബക്ലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ. ഇങ്ങനെ വരുമ്പോൾ അതിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതായിരിക്കും അതിന്റെ എഫക്റ്റീവ് ലെങ്ത്. അപ്പൊ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് അവിടുത്തെ എൽ സെയിം എൽ തന്നെയായിരിക്കും. ഇനി ഫിക്സഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. എൽ എഫക്റ്റീവ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ഈ അൺസപ്പോർട്ട് ലെങ്ത് ആയിരിക്കും, അതായത് 0.5 L ആയിരിക്കും. നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K × L ആണ് കേട്ടോ. L എന്ന് പറയുന്ന അൺസപ്പോർട്ട് ലെങ്ത്, K എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ്. ഈ K എന്ന് പറയുന്ന ഫാക്ടർ ആണ് ഈ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് മാറുന്ന ഫാക്ടർ. ഇവിടെ Kയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും, കാരണം L എഫക്റ്റീവ് = 1. ഇവിടെ Kയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആയിരിക്കും. ഇനി
അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാനുള്ള കണ്ടീഷൻ ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് പിൻഡും ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇവിടെ ഇങ്ങനെയായിട്ടായിരിക്കും വരിക. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L effective is equal to 0.7 L. ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് പിൻഡും ആണെങ്കിൽ L effective is equal to 0.7 L. ഇനി ഒരെൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീയും ആണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ L effective എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് L effective is equal to 2L ആയിരിക്കും. ഈ 4 കേസും എന്തായാലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് രണ്ട് എൻഡ് പിൻഡാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ L effective എന്ന് പറയുന്നത് L തന്നെ, 1 ആയിരിക്കും കെയുടെ വാല്യൂ. രണ്ട് എൻഡ് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ L effectiveന്റെ വാല്യൂ എന്ന് പറയുന്നത് പകുതി ആയിരിക്കും, 0.5 L ആയിരിക്കും. ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് പിൻഡും ആണെന്നുണ്ടെങ്കിൽ L effectiveന്റെ വാല്യൂ 0.7 L ആയിരിക്കും. ഇനി ഒരെൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീയും ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിരിക്കും, L effective is equal to 2L. ഈ എഫക്റ്റീവ് ലെങ്ത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എത്രയാണോ ഏറ്റവും കുറവ് എത്രയാണോ അത്രയും എന്താ പറയാ ബക്കിളിങ് ചെയ്യാനുള്ള കണ്ടീഷൻ കുറവ്. ഇപ്പൊ ഫിക്സഡിനാണെങ്കിൽ ബക്കിളിങ്ങിന്റെ ചാൻസ് വളരെ കുറവായിരിക്കും. അതപ്പോ ഈ ഫിക്സഡ് എൻഡിനായിരിക്കും ബക്കിളിങ് ഏറ്റവും കുറവ്. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ട്. അപ്പൊ മറ്റ് ടേബിൾ പഠിക്കാൻ പറ്റുന്നത്രോളം പഠിക്കുക. ടേബിൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 4 കണ്ടീഷൻസ് എന്തായാലും നോക്കി വെച്ചേക്കാം. Then നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നതാണ് ടൈപ്പ് ഓഫ് കോളംസ്. ടൈപ്പ് ഓഫ് കോളംസ് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തേക്കുന്ന ടൈപ്പ് രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സ്ഡ് കോളത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ടൈഡ് കോളം, then കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് കോമ്പോസിറ്റ് കോളം. ടൈഡ് കോളത്തിന്റെ പ്രത്യേകത അവിടുത്തെ മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ബാർ ആർ എൻക്ലോസ്ഡ് വിത്തിൻ ക്ലോസ്ലി സ്പേസ്ഡ് ലാറ്ററൽ ടൈസ്. ലാറ്ററൽ ടൈസ് ആയിട്ടായിരിക്കും നമ്മൾ അവിടെ ടൈഡ് കോളംസിൽ കൊടുത്തേക്കുക. ഇനി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റില് മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൂണ്ട് സ്പൈറൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് അറിയാം, സ്പൈറൽ ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തേക്കുവാണെങ്കിൽ അതിനാണ് നമ്മൾ കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. സർക്കുലർ കോളത്തിലും ഒക്ടഗണൽ കോളത്തിലും മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും. കോമ്പോസിറ്റ് കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോമ്പോസിറ്റ് കോളം കൺസിസ്റ്റ് ഓഫ് എ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ ഓർ പൈപ്പ് വിത്ത് ഓർ വിത്തൗട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. ഈ സ്റ്റീൽ സെക്ഷൻ ഒരു പൈപ്പ് പോലെയായിട്ടായിരിക്കും നമ്മൾ കോമ്പോസിറ്റ് കോളത്തിൽ കൊടുത്തേക്കുക. സോ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് കോളം നമുക്ക് 3 കോളം ഉണ്ട്. ടൈഡ് കോളം, കോളം വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്, കോമ്പോസിറ്റ് കോളം. എപ്പോഴും കോമൺ ആയിട്ട് ഈ കാണുന്നത് ടൈഡ് കോളം ആയിരിക്കും. ഇനി സർക്കുലർ അല്ലെങ്കിൽ ഒക്ടഗണൽ കോളത്തിലാണെന്നുണ്ടെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റും ആയിരിക്കും കൂടുതൽ കൊടുത്തേക്കുക. ഫിഗർ ഉണ്ട്, ഇതാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. സർക്കുലർ കോളത്തിൽ നമ്മൾ എന്താ പറയാ ഒരു സ്പൈറൽ രീതിയിൽ കൊടുക്കുന്നതാണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ഇതാണ് നമ്മുടെ കോമ്പോസിറ്റ് കോളം, അതായത് സ്റ്റീൽ പൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ടാവും, അതിനാണ് കോമ്പോസിറ്റ് കോളം എന്ന് പറയാം. ദെൻ ഇതാണ് ടൈഡ് കോളം. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ടൈഡ് കോളംസ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് സാധാരണ ടൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് കോളം ബേസ്ഡ് ഓൺ സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സ്ലെൻഡർനെസ് റേഷ്യോ അനുസരിച്ച് നമുക്ക് കോളത്തിനെ ഷോർട്ട് കോളം എന്നും ലോങ് കോളം എന്നും അല്ലെങ്കിൽ സ്ലെൻഡർ കോളം എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമേ തന്നെ എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ നോക്കുക, അതനുസരിച്ച് എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കണത് നോക്കാം. സ്ലെൻഡർനെസ് റേഷ്യോ സ്റ്റീൽ കോളത്തിനും കോൺക്രീറ്റ് കോളത്തിന്റെയും അതിന്റെ ആ ഡെഫിനിഷൻ രണ്ടായിട്ടാണ്. ഇപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ സ്റ്റീൽ കോളം ആണെങ്കിൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും. Slenderness ratio for steel column ആണെങ്കിൽ it is a ratio of effective length to least radius of gyration. Concrete column ആണെങ്കിൽ slenderness ratio എന്ന് പറയുന്നത് it is the effective length to least lateral dimension. ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ വാട്ട് ഇസ് ദ slenderness ratio എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്ത് കാണാറോ ഓപ്ഷൻ ലീസ്റ്റ് റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണാറ്. പക്ഷെ ഇതാണോ, അതായത് കോൺക്രീറ്റ് കോളത്തിലാണെങ്കിലും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ മിക്കവാറും കോളം ഏതാണെന്ന് എടുത്ത് പറയും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സാധാരണ ചോദ്യത്തിൽ അതായത് വാട്ട് ഇസ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞേക്കുന്നതിലെല്ലാം ഞാൻ കണ്ടേക്കുന്നത് റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് കിടപ്പുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. RCC എടുത്ത് പറയുവാണെങ്കിൽ മാത്രം ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണാറില്ല. പിന്നെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോബ്ലം ആയിട്ട്
കഴിഞ്ഞ ഓവർസിയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തോന്നുന്നു പ്രോബ്ലം ആയിട്ട് നമ്മുടെ സ്റ്റീൽ കോളത്തിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് √i/a അല്ലേ. അപ്പൊ ഐയുടെ വാല്യൂ എയുടെ വാല്യൂ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടില്ല. എഫക്റ്റീവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു, കണ്ടീഷൻ മാത്രം തന്നായിരുന്നു. അതിനനുസരിച്ച് എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രോബ്ലം നമുക്ക് സമയം കിട്ടുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ആണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ടു എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. RCCയുടെ കേസിൽ എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് സ്റ്റീൽ കോളത്തിന്റെ കേസിൽ. ഇനി ഇതിനനുസരിച്ച് എങ്ങനെയാണ് കോളത്തിനെ ക്ലാസിഫൈ ചെയ്തേക്കണെന്ന് നോക്കാം. ഫോർ RCC കോളം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് കോളം. വെൻ സ്ലെൻഡർനെസ് റേഷ്യോ exceed 12 ഇറ്റ് ഈസ് കോൾഡ് ലോങ് കോളം. അതായത് റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ ഷോർട്ട് കോളം, ഗ്രീറ്റർ ദാൻ 12 ആണെങ്കിൽ അതിന് ലോങ് കോളം എന്ന് പറയും. ഇനി സ്റ്റീൽ കോളത്തിന്റെ കേസിൽ വരുമ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ലാംഡ എന്നായിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ലാംഡ എന്ന് പറയുന്നത് L effective by R, where R is the radius of gyration. അപ്പൊ നമ്മൾ ചില ഇക്വേഷനിൽ KL/R എന്നുണ്ട്. K എന്ന് പറയുന്നത് ഫാക്ടർ ആണ്. നമ്മളിപ്പോ പറഞ്ഞായിരുന്നല്ലോ എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫാക്ടർ ഇൻറ്റു അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. ഇപ്പൊ പിൻഡ് സപ്പോർട്ട് ആണെങ്കിൽ കെയുടെ വാല്യൂ 1, 2 ഫിക്സഡ് ആണെങ്കിൽ കെയുടെ വാല്യൂ 0.5. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. Then L is the actual length of the column member. L is equal to effective length is equal to K into L. R is the appropriate radius of gyration. ഇനി ഷോർട്ട് കോള സ്റ്റീൽ കോളത്തിന്റെ കേസിൽ കോളത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലാംഡ ഇസ് ലെസ് ദാൻ 50 ആണെങ്കിൽ ഷോർട്ട് സ്റ്റീൽ കോളം എന്ന് പറയും. 50 to 250യുടെ ഇടയിലാണ് ലാംഡയുടെ വാല്യൂ അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ എങ്കിൽ അതിന് ഇന്റർമീഡിയറ്റ് കോളം എന്ന് പറയും. ലാംഡ ഗ്രേറ്റർ ദാൻ 250 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലോങ് കോളം എന്ന് പറയും. ഇത്രയുമാണ് സ്ലെൻഡർനെസ് റേഷ്യോ വെച്ച് കോളത്തിന്റെ ക്ലാസിഫിക്കേഷൻ. സ്ലെൻഡർനെസ് റേഷ്യോ RCCയുടെ കേസിലാണെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് കോളം എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ അതിനെ ലോങ് കോളം എന്ന് പറയും. സ്റ്റീലിന്റെ കേസിൽ ലാംഡയുടെ വാല്യൂ ലെസ് ദാൻ 50 ആണെങ്കിൽ ഷോർട്ട് കോളം, 50ക്കും 250യുടെ ഇടയിലാണ് ലാംഡയുടെ വാല്യൂ എങ്കിൽ നമ്മൾ അതിനെ ഇന്റർമീഡിയറ്റ് കോളം എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 250 ആണെങ്കിൽ ലോങ് കോളം എന്ന് പറയും. ഇനി കോഡൽ പ്രൊവിഷൻ, അതായത് റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. കോഡൽ പ്രൊവിഷൻസ് വരുമ്പോൾ മാക്സിമം പെർമിസിബിൾ ലെങ്ത്, ആദ്യമേ മാക്സിമം പെർമിസിബിൾ ലെങ്ത് ഓഫ് ദ കോളം ആണ് നോക്കണ്ടേ. കോഡിൽ പറഞ്ഞേക്കുന്നതാണ് മാക്സിമം പെർമിസിബിൾ ലെങ്ത് ഇഫ് ലാറ്ററലി റിസ്ട്രെയിൻഡ് അറ്റ് എൻഡ് ആണെങ്കിൽ L അൺസപ്പോർട്ട്, അതായത് എഫക്റ്റീവ് ലെങ്ത് അല്ല, അൺസപ്പോർട്ടഡ് ലെങ്ത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 60 B ആണ്. Laterally not restrained at L ആണെങ്കിൽ L unsupported should not be greater than 100 B square by D. Should not be greater than ആട്ടോ അവിടെ ഒരു ക്രോസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചേക്കുക. L unsupported should not be greater than 60 B. Laterally not restrained at end ആണെങ്കിൽ L unsupported should not be greater than 100 B square by D. Then അടുത്ത മിനിമം എസെൻട്രിസിറ്റി. മിനിമം എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈ മിനിമം ഈക്വൽ ടു മാക്സിമം ഓഫ് ഈ രണ്ട് വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് എടുക്കേണ്ടത്. അൺസപ്പോർട്ടഡ് ബൈ 500 പ്ലസ് B or D by 30 ഡിവൈഡഡ് ബൈ ഓർ 20 mm. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ അതായിരിക്കണം നമ്മൾ മിനിമം എസെൻട്രിസിറ്റി ആയിട്ട് എടുക്കേണ്ടത്. എപ്പോഴും ആ 20 mm എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മിനിമം എസെൻട്രിസിറ്റി ഓഫ് കോളം എന്ന് പറഞ്ഞാൽ 2-3 വാല്യൂ ഇട്ടിട്ട് 20, 30, 40 എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ 20 mm ആണ് കൊടുക്കേണ്ടത്. ഇക്വേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ L unsupported by 500 plus B or D by 30. Then longitudinal reinforcement. Reinforcement കൊടുക്കേണ്ട കാര്യങ്ങൾ, minimum area of cross section of longitudinal bar must be 0.8% of gross cross sectional area of the column. Minimum area of reinforcement എന്ന് പറയുന്നത് 0.8% ആയിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ അത് 0.4 ആണെന്ന് തോന്നുന്നു. പക്ഷെ മിനിമം ലോഞ്ചിറ്റ്യൂഡിനൽ കോഡ് പ്രകാരം മിനിമം ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത് 0.8% ആണ്. മാക്സിമം എന്ന് പറയുന്നത് 6% ആണ്. അതായത് ക്രോസ് സെക്ഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ മസ്റ്റ് നോട്ട് ബി എക്സീഡ് 6% ഓഫ് ഗ്രോസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോളം. ദ ബാർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 12 mm ഇൻ ഡയമീറ്റർ. അതായത് കോളത്തിൽ യൂസ് ചെയ്യുന്ന ബാറിന്റെ ഡയമീറ്റർ ഒരിക്കലും 12 mm താഴെ വരാൻ പാടില്ല. ഇത് 2-3 തവണ ചോദിച്ചതാണ്. ദ ബാർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 12 mm ഇൻ ഡയമീറ്റർ.
minimum number of longitudinal bar must be 4 in rectangular column and 6 in circular column. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലെ. റെക്ടാങ്കുലർ കോളം ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 4 ആയിരിക്കണം മിനിമം. സർക്കുലർ കോളം ആണെങ്കിൽ അതിന്റെ വാല്യൂ 6 ആയിരിക്കും. Then spacing of longitudinal bar measure along the periphery of a column should not exceed 300 mm. ഇത്രയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെന്റിൽ പറയുന്ന കാര്യം. ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെന്റിൽ മിനിമം ഏരിയ എന്ന് പറയുന്നത് 0.8% ഓഫ് ഗ്രോസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കോളം ആണ്. മാക്സിമം എന്ന് പറയുന്നത് 6% ഓഫ് ഗ്രോസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോളം. മിനിമം ബാർ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 mm ആണ്. മിനിമം നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഫോർ റെക്ടാങ്കുലർ കോളം 4 ആണ്. സർക്കുലർ കോളത്തിന് 6 ആണ്. സ്പേസിംഗ് ഷുഡ് നോട്ട് എക്സീഡ് 300 mm. Then ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെന്റ് ആകുമ്പോൾ ട്രാൻസ്വേഴ്സ് റീഎൻഫോഴ്സ്മെന്റിനെ നമുക്ക് ലാറ്ററൽ ടൈസോ അല്ലെങ്കിൽ സ്പൈറൽ ആയിട്ടോ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാറ്ററൽ ടൈസ് ആയിട്ട് കൊടുക്കാം, സ്പൈറൽ ആയിട്ടും കൊടുക്കാം. ഇപ്പൊ ലാറ്ററൽ ടൈസ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ the diameter of the lateral ties should not be less than 1/4 of the diameter of largest longitudinal bar or in no case less than 6 mm. ഇത് എപ്പോഴും ചോദിക്കുക. അതായത് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസിന് യൂസ് ചെയ്യുന്ന ബാറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ. ആ കോളത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് ബാറിന്റെ 1/4 ഡയമീറ്ററോ അല്ലെങ്കിൽ 6 mm, ഏറ്റവും കുറഞ്ഞ 6 mm, അതിൽ കുറവുള്ള ബാർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി പിച്ച് ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് എക്സീഡ്. ഈ പറയുന്ന ലാറ്ററൽ ടൈസ് ആണ് കൊടുത്തെങ്കിൽ അതിന്റെ പിച്ച് എന്ന് പറയുന്നത് രണ്ട് ടൈസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 16 times the diameter of longitudinal bar. അതായത് രണ്ട് ബാറിന്റെ സ്മോളർ ബാർ ദെൻ 300 mm. ഈ മൂന്ന് വാല്യൂവിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല പിച്ച് ഓഫ് ലാറ്ററൽ ടൈസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാറ്ററൽ ടൈസ് ആണ് കൊടുത്തെങ്കിലാണ് ഈ കണ്ടീഷൻ. ഇനി ഹെലിക്കൽ റീഎൻഫോഴ്സ്മെന്റ് ആണ് കൊടുത്തേക്കണെങ്കിൽ the diameter of helical bar should not be less than 1/4 of the diameter of largest longitudinal bar and not less than 6 mm. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വാല്യൂ തന്നെയാണ് ഇവിടെ. 1/4 of diameter of largest longitudinal bar and not less than 6 mm of the bar. Pitch should not exceed helical reinforcement allow ചെയ്തേക്കുന്ന റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ pitch should not exceed 75 mm or 1/6 of the core diameter of the column. Pitch should not be less than, if helical reinforcement allow ചെയ്തില്ലെങ്കിൽ pitch should not be less than 25. Sorry, ആദ്യത്തെ കേസ് pitch should not exceed 75 mm, അതായത് മാക്സിമം വാല്യൂ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം വാല്യൂ. It should not be less than 25 mm or 3 times diameter of the helical bar. ഇനി ഹെലിക്കൽ റീഎൻഫോഴ്സ്മെന്റ് അലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊടുക്കേണ്ട വാല്യൂ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ or 16 diameter of the longitudinal bar or 300 mm. ഇതിനേക്കാൾ കൂടാൻ ഒരിക്കലും പാടില്ല. ഇത്രയാണ് നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കാര്യത്തിൽ വരിക. കോളത്തിൽ നിന്ന് മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന വലിയ കോളത്തിനെ കംപ്രഷൻ മെമ്പറിനെ കുറിച്ചുള്ളത്. കോളത്തിൽ നിന്ന് മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ചോദിച്ചേക്കുന്നത് ഒന്ന് പെഡസ്റ്റൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പെഡസ്റ്റൽ എന്നുള്ള കാര്യം, ആ പെഡസ്റ്റലിന്റെ ആ വാല്യൂ 3 times എന്നുള്ള ആ വാല്യൂ നോക്കുക. പിന്നെ ചോദിച്ചേക്കുന്നത് എഫക്റ്റീവ് ലെങ്ത് മാറി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം മിക്കവാറും ആ 7 പോയിന്റ് വരെ ആ 7 കണ്ടീഷൻസും പഠിച്ചിട്ട് തന്നെ പോവുക. 7 കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് 4 കണ്ടീഷൻസ് എന്തായാലും നോക്കിയിട്ട് പോവുക. ആ 4 കണ്ടീഷനാണ് മാറി ചോദിക്കാറ്. എന്നാലും ഇപ്പൊ ക്വസ്റ്റ്യൻസ് ടഫ് ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും വരാം. അതുകൊണ്ട് ആ 7 കണ്ടീഷൻസ് മാക്സിമം നോക്കിയിട്ട് പോവുക. പിന്നെ വരുന്നതാണ് റീഎൻഫോഴ്സ്മെന്റ് കേസുകൾ. റീഎൻഫോഴ്സ്മെന്റ് അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെന്റ് കോഡൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെന്റ് മിനിമം വാല്യൂസ് എത്രയാണ്, മാക്സിമം വാല്യൂസ് എത്രയാണ്, അതുപോലെ തന്നെ സ്പേസിംഗ് എത്ര വരാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോവാം. നമുക്ക് ഇതുവരെ പഠിച്ചു വന്നേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് PSC ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കിട്ടുമോ എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct? According to IS 45, first A, according to IS 456, shear stress is dependent on the percentage of tension reinforcement in member. It is dependent on the grade of concrete as per IS 456 2000, both A and B and none of the above. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ച കാര്യമാണ്. ഷിയർ സ്ട്രെസ്സിന്റെ കാര്യമാണ്. നമ്മൾ ആ ടോബിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അറിയാമല്ലേ, ടോബിയിൽ ഇറ്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റും ഉണ്ട്, അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ടെൻഷൻ റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട്. അത് രണ്ടിനും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ടോബിയുടെ വാല്യൂ എഴുതുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആണ്. രണ്ടിനെയും എനെയും ബിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. According shear stress is dependent on percentage of tension reinforcement as well as dependent on the grade of concrete.
Second question, shear reinforcement is provided in the form of vertical bar, inclined bar, combination of vertical and inclined bar, any one of the above. ഏതായിരിക്കും ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് വെർട്ടിക്കൽ ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, ഇൻക്ലൈൻഡ് ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇനി വൺ ഓഫ് ദ എബോവ്, ഡി ആണ് ആൻസർ. The appropriate expression in assessing development length is, ഇതും ചോദിക്കുന്നത് IES 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. LD യുടെ ഇക്വേഷൻ 5 into sigma s divided by 4 tau BD. ഡെവലപ്മെന്റ് ലെങ്ത് ഒരു തവണ മാത്രമേ പ്രോബ്ലം ആയിട്ട് ചോദിച്ചു കണ്ടുള്ളൂ, ബാക്കി എല്ലാ തവണ ഇങ്ങനെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടാണ് കണ്ടേക്കണേ. Fourth question, when the ratio of effective length of column to its least lateral dimension does not exceed 12, it is termed as 12-നേക്കാൾ കൂടാത്തതാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ, ഷോർട്ട് കോളം അല്ലെ. അപ്പൊ ആൻസർ ഈസ് ബി. In an under reinforced section, ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, കോൺക്രീറ്റ് is not fully stressed to its permissible stress, steel reinforcement is not fully stressed, either A and B, both A and B. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, ബാലൻസ്ഡ് സെക്ഷനിലാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, കോൺക്രീറ്റും സ്റ്റീലും അതിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ ആ സ്ട്രെസ് ഫുള്ളി ഒരുമിച്ച് വരും എന്നാണ് പറഞ്ഞത്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ ഏറ്റവും ആദ്യം ഫെയിൽ ചെയ്യണത് സ്റ്റീൽ ആയിരിക്കും, കോൺക്രീറ്റ് പയ്യെ ഉണ്ടാവുള്ളൂ. കാരണം അതുകൊണ്ട് സ്റ്റീല് ഫെയിൽ ചെയ്യുമ്പോൾ സഫീഷ്യന്റ് വാർണിംഗ് തരും, അതുകൊണ്ട് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ് പ്രിഫറബിൾ എന്ന് പറഞ്ഞു. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ കോൺക്രീറ്റ് ആദ്യം ഫെയിൽ ചെയ്യും, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആദ്യമേ പെർമിസിബിൾ സ്ട്രെസ് എത്തും, സ്റ്റീൽ പയ്യേ ഉള്ളൂ, അതുകൊണ്ട് ബ്രിറ്റിൽ ഫെയിലിയർ ആയിരിക്കും. അതുകൊണ്ട് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും ആദ്യമേ കോൺക്രീറ്റ് ഈസ് നോട്ട് ഫുള്ളി സ്ട്രെസ്ഡ് ടു ഇറ്റ്സ് പെർമിസിബിൾ സ്ട്രെസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് നോട്ട് ഫുള്ളി സ്ട്രെസ്ഡ് ആണ്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഫുള്ളി സ്ട്രെസ്ഡ് ആവും, കോൺക്രീറ്റ് നോട്ട് ഫുള്ളി സ്ട്രെസ്ഡ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, എ ആയിരിക്കും ആൻസർ. കോൺക്രീറ്റ് ഈസ് നോട്ട് ഫുള്ളി സ്ട്രെസ്ഡ് ടു ഇറ്റ്സ് പെർമിസിബിൾ സ്ട്രെസ്, സ്റ്റീൽ അവിടെ ഫുള്ളി സ്ട്രെസ്ഡ് ആവുകയാണ്. The longitudinal shear stress acting on the surface between steel and concrete, നമ്മൾ ഇന്ന് പറഞ്ഞ ബോൺ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ബിറ്റ്വീൻ സർഫസ് ഓഫ് സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂണൽ ഷിയർ സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയാ, ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത്. ദെൻ ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഏതോ ഒരു ഇയറിൽ ചോദിച്ചത്. ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ ഓഫ് എ കോളം ഷുഡ് നെവർ ബി ലെസ് ദാൻ 12 mm. ഇപ്പൊ പറഞ്ഞോളൂ അല്ലെ. Side face reinforcement shall not be provided in a beam when depth of web in beam exceed. ഇത് ഇന്നലെ പറഞ്ഞ കേസാണ്. നമ്മൾ സൈഡ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 750 mm. 750 mm കൂടുതലാണെങ്കിൽ മാത്രമാണ് നമ്മൾ സൈഡ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. എത്ര പെർസെന്റേജ് കൊടുക്കേണ്ടത്, 0.1% ഓഫ് ഗ്രോസ് വെബ് ഏരിയ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ബീം വെൻ ഡെപ്ത് ഓഫ് വെബ് ഇൻ ബീംസ് എക്സീഡ് 75 mm. ബി ആണ് ആൻസർ. ഇതും IS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. When depth of critical and actual neutral axis are in same beam, when both of them coincide, that is when both of them coincide, then the section will be called as neutral axis-ഉം critical axis-ഉം കൂടെ critical depth-ഉം കൂടെ coincide ചെയ്യുവാൻ നമ്മൾ പറഞ്ഞ പേരാണ് ബാലൻസ്ഡ് സെക്ഷൻ. ഇത് ഞാൻ പറഞ്ഞായിരുന്നു. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ N greater than NC ആയിരിക്കും, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ N less than NC ആയിരിക്കും, ബാലൻസ് സെക്ഷനിൽ N is equal to NC ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. A doubly reinforced beam is used when extra safety is needed. Beam experience tension in top as well as bottom fiber. Large moment is experienced by beam. Depth and breadth of the beam how to be restricted in size. Doubly reinforced section എപ്പോഴും നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണ്, ഒന്നെങ്കിൽ സൈസ് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ MU ലെസ് ദാൻ MU ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്ന കേസിൽ അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഡി ആണ്. സോ ഇന്നത്തേക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി സ്ലാബ് ആണ്. സ്ലാബ് നാളെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ കൊണ്ടും മാക്സിമം ഞാൻ തീർക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ PSCയുടെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു കേട്ടോ. Thank you, Miss. Thank you, miss.